നമ്മുടെ കൂട്ടുകാരൻ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഒരു അതിഥിയായിട്ട് പോകട്ടെന്ന് ഞാനുണ്ട്, അപ്പം അച്ഛനും ഉണ്ട് എന്നത്തെയും പോലെ. അതിന്റെ മുന്നേ അവിടെ ഒരു മരം വെട്ടാനുള്ള ഒരാളൊക്കെ വന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഞങ്ങളെ വീട്ടിലുണ്ടായി. ഇയാളെ പുറത്തിറക്കി ഭക്ഷണം കഴിച്ചാടെ പ്രധാന പ്രശ്നം അതാണ്. അവിടുന്ന് പോവന്നല്ല. എന്തായാലും ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ കാവനൂരുള്ള മൈസസ് പബ്ലിക് സ്കൂളിലാണ്. നമ്മുടെ നറുകരയുടെ ഒരു ഭംഗിയാണ് ചേരട്ടെ. ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട്. നറുകര യൂണിറ്റി ഹിൽസ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എത്ര പേരാണെന്നറിയോ ഈ ഒഴിവ് ദിവസങ്ങളിലൊക്കെ അതിൻ്റെ മുകളിലേക്ക് വരിക. നമ്മളെന്തായാലും പോയി മടുത്ത്. ഇപ്പോൾ സ്ഥിരം അതിൻ്റെ ഇടയിൽ ചായക്കടയൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ ചായ കുടിക്കാനൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നത് സ്ഥിരമായിട്ട് കാണാം. നമ്മുടെ കൂടെ സോളോ ഫോക്ക് ടീമിലുള്ള ബിനൂബ് അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാണ് ഈ സ്കൂളിലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നല്ല മഴ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. എന്തായാലും മഴയത്തും നമ്മളവിടെ പെട്ടെന്ന് തന്നെ സ്കൂളിലെത്തിയ സമയത്ത് എല്ലാവരും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എത്തിയ സമയത്ത് തന്നെ അധ്യാപകരും മാനേജ്മെൻറ്റിലെ പ്രിയപ്പെട്ടവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങി കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് കറക്റ്റ് സമയത്താണ് എത്തിയത്. കുട്ടികളെല്ലാവരും അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് ബിനൂബ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞേ. കുട്ടികൾ കണ്ടില്ലേ, ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉദ്ഘാടന പരിപാടി വളരെ കുറവാണ് പോകാറുള്ളത്. കൂടുതലും ടീമിൻ്റെ പ്രോഗ്രാമായിട്ടാണ് ട്രാവൽ ചെയ്യാറുള്ളത്. ഈ കുട്ടികളെ കാണുമ്പോൾ എന്നാലും ഒരുപാട് ഭംഗിയാണ്. ഞാൻ എത്തിയ സമയത്ത് തന്നെ എന്നെ സ്വാഗതം ചെയ്യപ്പോൾ ഒരു റോസാപ്പൂവൊക്കെ ഒരു കൂട്ടുകാർ കൊണ്ടു തന്നു. അവിടുത്തെ എല്ലാവരും സംസാരിച്ചു. അതിനുശേഷം എൻ്റെ സമയമായിരുന്നേ. എനിക്ക് സംസാരിക്കാനും ഒരു 1-2 പാട്ട് പാടാനും ചെറിയൊരു സമയം അവിടെ കിട്ടുന്നുണ്ടായി. നല്ല രസമായിരുന്നു. കുട്ടികളെല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ്. അധ്യാപകരായാലും മാനേജ്മെൻ്റ് ആയാലും കുട്ടികളുടെ കൂടെ കട്ടയ്ക്ക് എല്ലാവരും ഉഷാറായിട്ട് ഒപ്പം നിൽക്കുന്നുണ്ട്. നമ്മൾ 1-2 പാട്ടൊക്കെ പാടി എല്ലാവരും ഒപ്പം കൂടി. എന്തായാലും നമ്മുടെ കൂട്ടുകാരൻ ബിനൂബ് ഉണ്ടായിരുന്നു ഒപ്പം പാടാൻ. പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ്. നാളെയും മറ്റന്നാളൊക്കെ ഓരോരോ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് അവിടുന്ന് തന്ന സമ്മാനം കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ കാണാം. ബായ്.